നമസ്കാരം, ഞാൻ ജിഷ്ണു കാളിദാസൻ. ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഏതാഗ്രഹവും വളരെ പെട്ടെന്ന് സാധിച്ചെടുക്കാൻ പറ്റുന്ന മോഹനയക്ഷി വശീകരണ മോതിരത്തെക്കുറിച്ച് പറയുവാൻ വേണ്ടിയാണ്. നമ്മുടെ ഈ ചാനലിൽ മോഹനയക്ഷി വശീകരണ മോതിരത്തെക്കുറിച്ച് കുറച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. മോഹനയക്ഷി വശീകരണ മോതിരത്തെക്കുറിച്ച് മാത്രമല്ല, ഏവർക്കും ഉപകാരപ്പെടുന്ന മറ്റു പല അമൂല്യ വസ്തുക്കളെക്കുറിച്ചുമുള്ള വീഡിയോകൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോകളെല്ലാം കാണാവുന്നതാണ്. എന്നാൽ മുൻപ് ചെയ്തിരുന്ന മോഹനയക്ഷി വശീകരണ മോതിരത്തെക്കുറിച്ചുള്ള വീഡിയോകൾ കണ്ടിട്ട് എൻ്റെ പ്രേക്ഷകർ അനേകം സംശയങ്ങൾ വീണ്ടും എന്നോട് ചോദിക്കുകയുണ്ടായി. അതുകൊണ്ട് വളരെ വ്യക്തമായ രീതിയിൽ മോഹനയക്ഷി വശീകരണ മോതിരം എന്താണെന്ന്, എങ്ങനെ നിർമ്മിച്ചെടുക്കാമെന്നും എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ്. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടാൽ ഇതുപോലുള്ള വീഡിയോകൾ വീണ്ടും നിങ്ങൾക്ക് കാണാൻ അവസരം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അവർക്കും ഉപകാരപ്പെട്ടോട്ടെ. 7, 21, 41 എന്നീ ദിവസങ്ങളിൽ സൗന്ദര്യരൂപിണിയും വശീകരണപ്രിയമായ സാക്ഷാൽ മോഹനയക്ഷിയെ വച്ച് കർമ്മം ചെയ്തെടുക്കുന്നതാണ് ഈ മോഹനയക്ഷി വശീകരണ മോതിരം. മോഹനയക്ഷി വശീകരണ മോതിരത്തെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് മോഹനയക്ഷിയെക്കുറിച്ച് ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ദേവലോകത്തെ അപ്സരസിനെ വരെ മയക്കുന്ന സൗന്ദര്യത്തോട് കൂടിയവളാണ് മോഹനയക്ഷി. മഹാവിഷ്ണുവിൻ്റെ മോഹിനി സ്വരൂപവും ദേവലോക സുന്ദരികളായ ഉർവശി മേനക രംഭമാരുടെ വടിവത്ത സൗന്ദര്യമാർന്ന ശരീരത്തോട് കൂടിയവളുമാണ് മോഹനയക്ഷി. ഉരുണ്ടതും ഭംഗിയാർന്നതുമായ മാറിടങ്ങളും വടിവത്ത അരക്കെട്ടും മാർദ്ദവമേറിയ നിതംബങ്ങളോടും കൂടിയവളാണ് മോഹനയക്ഷി. ആരെയും മയക്കുന്ന കണ്ണുകളാണ് മോഹനയക്ഷിയുടെ മറ്റൊരു പ്രത്യേകത. സാക്ഷാൽ കാമദേവനെ പോലും തൻ്റെ പിറകെ വരുത്തുവാൻ കഴിവുള്ള അതേ മോഹനയക്ഷിയാണ് നമ്മൾ ഈ മോഹനയക്ഷി വശീകരണ മോതിരത്തിൽ കർമ്മത്തിനായി എടുക്കുന്നത്. ഈ മോഹനയക്ഷിയെ ചില പ്രത്യേകതരം രഹസ്യകർമ്മങ്ങൾ ഉപയോഗിച്ച് മോതിരത്തിലേക്ക് ആവാഹനം ചെയ്ത് പ്രാണപ്രതിഷ്ഠ ചെയ്തെടുക്കുന്നു. അതുമാത്രമല്ല, ബെർത്ത് സ്റ്റോണിലാണ് പ്രധാനമായും ഈ മോഹനയക്ഷി ആവാഹനം ചെയ്തെടുക്കുന്നത്. അതിന് കാരണം ലോകത്തിലെ ഏറ്റവും അമൂല്യമായതും ദൃഢതയുള്ളതും നീണ്ടു നിൽക്കുന്നതുമായ ഒന്നാണ് ജന്മനക്ഷത്ര കല്ലുകൾ. അതുകൊണ്ട് തന്നെ മോഹനയക്ഷി വശീകരണ മോതിരം എന്നത് ഉപയോഗിക്കുമ്പോൾ ഒരേ സമയത്ത് 2 കാര്യങ്ങൾക്ക് നമുക്ക് ലഭിക്കുന്നു.